ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോൻ്റെ ലൈവ് റിസൾട്ടാണിത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് വീഡിയോ ഇട്ടതിൽ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള എൻ്റെ കൈൻ്റെ കളർ, അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള കൈൻ്റെ കളറുമാണിത്. ഇതിപ്പോൾ ലൈവ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ രണ്ടും വെച്ചിട്ട് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്തെന്നാലും ഭയങ്കരമായ ഡൗട്ടുകളാണ് എല്ലാവർക്കും. അതങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ദയവേത് നിങ്ങൾ വീഡിയോ കാണാനും ട്രൈ ചെയ്യാനും ഒക്കെ നിൽക്കുക. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് ഓഫ് ചെയ്ത് പോവുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. ബ്രൂ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രൂവിലാണ് കേട്ടോ റിസൾട്ട് വരുന്നത്. നെസ്കാഫി ആയാലും ഒന്നും സാരമില്ല. പക്ഷേ സാധാരണ നമ്മുടെ കോഫി പൗഡറിനെ കൊണ്ട് അത്ര വലിയ റിസൾട്ടൊന്നുമില്ല. ബ്രൂ കോഫിനെല്ലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ, ഒരു പിഞ്ചെല്ലാം മതി ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഷുഗർ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ മുഖത്തേക്ക് യൂസ് ചെയ്യാൻ പറയാത്തത് കേട്ടോ. ഇതിലേക്ക് പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടറിൻ്റെ ഒരളവ് എന്ന് പറയുന്നത് നമുക്ക് അതൊന്ന് മിക്സായി കിട്ടേണ്ട രീതിക്കുള്ളത് മതി. പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ മുഖത്തുള്ള സൺ ടാന് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബേക്കിംഗ് സോഡേൻ്റെ ഭാഗം സ്കിപ്പ് ചെയ്താളിയ. കാരണം ബേക്കിംഗ് സോഡ ചിലർക്ക് മുഖത്തിടാൻ ഭയങ്കര പേടിയായിരിക്കും. ഒരു പിഞ്ചെല്ലാം ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ബേക്കിംഗ് സോഡ നമ്മുടെ മുഖത്തേക്ക് ഇടാൻ ഭയങ്കര പേടിയായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളത് മുഖത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മുഖത്തേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താളി കേട്ടോ. ബാക്കി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ ഇതുപോലെ ഹാഫ് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഞെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ നീര് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നില്ല. പകരം ഈ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ മസാജ് ചെയ്യുകയാണ്. കൈയല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെയാണോ കറുപ്പ് നിറമുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഈ ഒരു ചെറുനാരങ്ങ ഇതേപോലെ ഞാൻ ഈ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തിട്ട് പിന്നെ നല്ലോണം മസാജ് ചെയ്യാം. അതായത് ഒരു 2 മിനിറ്റ് മസാജിങ് നിർബന്ധമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ നമ്മൾ മെല്ലെ ഒരു 2 മിനിറ്റ് കഴുത്തിൻ്റെ ഭാഗത്തെല്ലാണെങ്കിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തെല്ലാം നല്ല ക്ലീനാവും കേട്ടോ. ഈ കറുപ്പടിച്ച കഴുത്തെല്ലാം നല്ല ക്ലീനാവും. ചേറ് പോകാനൊക്കെ നല്ല സഹായിക്കുന്ന ഒരു പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഫസ്റ്റ് തന്നെ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്ത് വേണമെങ്കിൽ ഇടാം, പക്ഷേ ആ ബേക്കിംഗ് സോഡേൻ്റെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. പിന്നെ കഴുത്ത്, കാല്, പിന്നെ എന്താ പറയുക കക്ഷം, അവിടെയെല്ലാം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. മുഖത്ത് ഇതേപോലെ ഡെയിലി യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം ഇതിൽ പഞ്ചസാരയിലിട്ടത് കൊണ്ട് അതൊരു സ്ക്രബായിട്ടും കൂടിയും ആക്ട് ചെയ്യും. പെട്ടെന്നൊന്ന് സൺ ടാൻ റിമൂവ് ആവണം മുഖത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്തും ഇടാം. അപ്പോൾ ഇതേപോലെ തന്നെ 2 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചിലരെല്ലാം ഉണ്ട് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നേരം വളരെ മോശപ്പെട്ട കമൻറ്റുകളാണ് ഇടുന്നത്. പിന്നെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, താല്പര്യമില്ലാത്തവർ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ മുഖത്ത് കാണിക്കാത്തത് കൊണ്ടുള്ള ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പ്രൈവസീൻ്റെ പ്രോബ്ലം കൊണ്ടാണത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിതാ 2 മിനിറ്റ് നന്നായിട്ട് ആ ചെറുനാരങ്ങേനെ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് വെക്കുക എന്നാണെങ്കിൽ നമുക്ക് നല്ല ഡബിൾ റിസൾട്ടായിരിക്കും. എല്ലാം നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ദിവസവും 2 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്താലാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ ഞാനിത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കഴുകിയെടുത്തതാണിത്. ഉണങ്ങിയതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ആ ഒരു ടാന് കംപ്ലീറ്റ് മാറി നല്ലൊരു ഫ്രഷായി എന്ന് പറയൂലേ, അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ആ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നല്ലോ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു കൈയുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. ഇത് കാലിലിടാം, കയ്യിലിടാം, കഴുത്തിലിടാം, കഴുത്തിൻ്റെ ബാക്കിലിടാം. അതുപോലെ തന്നെ മുട്ട് എന്നിവിടെയുള്ള പ്രൈവറ്റ് പാർട്സിൽ ഇടരുത്. പ്രൈവറ്റ് പാർട്സിൽ നമ്മളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക.
പിന്നെ ബാക്കി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ രണ്ട് കൈയും തമ്മിൽ ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.